നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വളർച്ചയുടെ പടവുകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പരിപാടിയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റായ മുഹമ്മദ് ആദിൽ സാറാണ്. നമസ്കാരം സർ. താങ്ക് യു. നമ്മളിപ്പോൾ സംസാരിച്ചു വിവിധ തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഏതെല്ലാം തരത്തിലുള്ള കുട്ടികൾക്കായിരിക്കും ഈ ഒക്യുപേഷണൽ തെറാപ്പി ആവശ്യമായിട്ടുള്ളവർ? മെയിനായിട്ട് വരുമ്പോൾ ഡെവലപ്മെൻറ്റ് ഡിലേസ് ആണ് ഫസ്റ്റ് മെയിൻ ഫോക്കസ് വരുന്നത്. കാര്യം അതിലെല്ലാ കോമ്പോണൻസും ഡിലേസ് കാണും. ഫൈൻ മോട്ടർ ആവട്ടെ, ഗ്രോസ് മോട്ടർ ആവട്ടെ, സ്പീച്ച് ആവട്ടെ, അല്ലെങ്കിൽ അറ്റൻഷൻ കോൺസെൻട്രേഷൻ, എല്ലാ രീതിയിലും ആ കുട്ടിക്ക് നല്ല ഡിലേസ് ഉണ്ടാവും. അപ്പോൾ അതായിരിക്കും ഫസ്റ്റ് ഫോക്കസ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്പീച്ച് ഡിലേസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഓട്ടിസം ആയിട്ടുള്ള കുട്ടികൾ, ADHD ആയിട്ടുള്ള കുട്ടികൾ, അതേപോലെ തന്നെ ശ്രദ്ധക്കുറവുള്ളത്, അതേപോലെ കൈ ഉപയോഗം, ഞാൻ പറഞ്ഞ ഫൈൻ മോട്ടർ ആക്ടിവിറ്റീസ് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. പിന്നെ ഉള്ളത് നെക്സ്റ്റ് ഏജ് ഗ്രൂപ്പ് വരുമ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്ട്രോക്ക്, RTA, അല്ലെങ്കിൽ ലൈക്ക് ഡിമെൻഷ്യ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതേപോലെ ഓർത്തോപീഡിക്സ് ആയിട്ടുണ്ട്, ബേൺസ്, പിന്നെ പാർക്കിൻസൺസ്. അപ്പോൾ ഒരുപാട് ന്യൂറോളജിക്കൽ കണ്ടീഷൻസിലും ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുമ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻസ് വരുമ്പോൾ അവർക്ക് അതേപോലെ പ്ലാൻ ചെയ്ത് എനർജി കൺസർവേഷൻ മെത്തേഡ്സ്, ഇല്ലെങ്കിൽ ലൈക്ക് സിംപ്ലിഫൈഡ് ആക്ടിവിറ്റീസ് എന്ന് പറയും. ഇവരെല്ലാവരെയും നമ്മൾ മാക്സിമം ഇൻഡിപെൻഡൻസി ആണ് നമുക്ക് ആഗ്രഹിക്കുന്നത്, നമ്മളെ മെയിൻ എയിമായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഏജ് ഗ്രൂപ്പും ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സൈക്കാട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, പല കൈൻഡ് ഓഫ് മെൻ്റൽ ഇൽനെസ്സിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കും എല്ലാ രീതിയിലും പെട്ടെന്ന് മെൻ്റൽ ഇൽനെസ് വന്നിട്ട് പെട്ടെന്ന് എഫക്റ്റ് ആവുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ മാക്സിമം ആക്ടിവിറ്റീസ് തന്നെയാണ് കുറച്ചൊന്ന് അവർക്കും ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ അവർക്ക് ഒരു മൈൻഡ് ഓഫ് ആക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചൊരു മീനിങ് ഫുൾ ലൈഫ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ്, ഒരു ഒക്യുപ്പേഷൻ, ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടുള്ളതും വൊക്കേഷണൽ ട്രെയിനിങ്ങിനായിട്ടുള്ളതും നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ സർ, ഇപ്പോൾ പറഞ്ഞു ഏത് മേഖലയിലാണെങ്കിലും അവർക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക എന്നതാണ്. സർ, ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും അവർ കൂടുതൽ ഇൻഡിപെൻഡൻസിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്? ഓക്കെ, കുട്ടികളുടെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് പ്ലേ ആണ്. അവർ ഈ ഒരു ടൈം മുതൽ ഈ ഒരു ടൈം വരെ കളിക്കണം എന്നുള്ളതാണ് അവരുടെ മെയിൻ ഒക്യുപ്പേഷൻ. ഇപ്പോൾ ഇതിലും ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ അവർ ഓരോരോ ഏജിലും ഓരോരോ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ADL എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ്, അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ഏജ് മുതൽ ഈ ഒരു ഏജ് വരെ ബ്രഷിങ് പ്രോപ്പർ ആവണം, അല്ലെങ്കിൽ പാരൻസ് ചെയ്തു കൊടുക്കുന്നതിൽ നിന്ന് സ്വന്തമായിട്ട് കുട്ടി അറ്റ്ലീസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ട്. ഡ്രസ്സിങ് ജസ്റ്റ് കുട്ടി എടുത്തിടണം, ബട്ടണിങ് ഇട്ടില്ലെങ്കിലും കുട്ടി എടുത്തിടാനെങ്കിലും ട്രൈ ചെയ്യണം. അപ്പോൾ ഓരോരോ ഏജിൽ അവർക്ക് ഓരോരോ കാറ്റഗറീസ് ഉണ്ട്, ഓരോരോ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്ത് വരണം. അപ്പോൾ മാക്സിമം ഇൻഡിപെൻഡൻസി എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുട്ടിക്ക് ഒരു 6 വയസ്സ് വരെ ഇതൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു ഇൻഡിപെൻഡൻ്റിൽ ട്രെയിനിങ് കൊടുക്കണം. അവർക്ക് ഓരോരോ ആക്ടിവിറ്റീസ് ഇപ്പോൾ പ്ലേഫുള്ളായിട്ട് തന്നെയാണ് എല്ലാം ചെയ്യിപ്പിക്കുക. ലൈക്ക് റിങ്സ്, ഹൂല ഹൂപ്സ് വെച്ച് ഇടുന്നതുണ്ട്, അതേപോലെ തന്നെ സ്റ്റിക്കേഴ്സ്, അല്ലെങ്കിൽ ഈ ക്ലിപ്സ് ഇല്ല, നമ്മൾ ക്ലോത്ത് ക്ലിപ്സ് ഒക്കെ വെച്ചിട്ട് അവർ പുഷ് ചെയ്ത് എടുക്കുന്നത്, അല്ലെങ്കിൽ പുൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. ആ ഒരു ട്രെയിനിങ് നമ്മൾ റിയൽ ലൈഫ് ബ്രഷിങ് ആവട്ടെ, ഡ്രസ്സിങ് ആവട്ടെ, ഇതിലോട്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് മാക്സിമം ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫീലിംഗ് കിട്ടും. കുട്ടിക്കൊരു സെൻസറി പ്രശ്നം ഉണ്ടെന്ന് പേരൻസിന് ഏത് ഏജിൽ തിരിച്ചറിയാൻ പറ്റും? അതെപ്പോഴായിരിക്കും അവർ മനസ്സിലാക്കി ഒരു ഡോക്ടറിനെ സമീപിക്കേണ്ടത്? ഓക്കെ, ഇപ്പോൾ സെൻസറി ഇഷ്യൂസ് മെയിനായിട്ട് നമുക്കൊരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് എപ്പോഴായാലും വരാം. അത് എല്ലാ കുട്ടികൾക്കും ഫീൽ ആവുന്നതാണ്. ഇപ്പോൾ അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു സ്റ്റിമുലേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തായാലും അത് വരാൻ ചാൻസും ഉണ്ട്, വരാതിരിക്കുകയും ചെയ്യാം. അതിപ്പോൾ പറയുമ്പോൾ നമുക്ക് റെഡ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓട്ടിസ്റ്റിക് റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുമ്പോൾ ഈ കുട്ടികളിൽ ഇത്ര ഏജ് മുതൽ ഇത്ര ഏജ് വരെ കുറേ റെഡ് ഫ്ലാഗ്സുകളുണ്ട്. അപ്പോൾ ആ റെഡ് ഫ്ലാഗ്സ് എല്ലാം പാരൻസിന് ഒരു എഡ്യൂക്കേഷനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ എല്ലാ ഹോസ്പിറ്റലിലാവട്ടെ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആവട്ടെ, ഇവരെല്ലാവരും കുറച്ച് റെഡ് ഫ്ലാഗ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പാരൻസ് നോട്ട് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു റൂമിലിരിക്കുമ്പോൾ തന്നെ കുട്ടി പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നു. അത് എന്താ സൗണ്ട് നോക്കുമ്പോൾ ലൈക്ക് ഒരു ഫാനിൻ്റെ സൗണ്ട് ആവാം, അല്ലെങ്കിൽ ഒരു ഫോണിൻ്റെ സൗണ്ട്, അല്ലെങ്കിൽ ഒരു മിക്സിയുടെ സൗണ്ട് കിച്ചണിൽ നിന്ന് കേൾക്കുന്നത് തന്നെ കുട്ടി പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് ലൈക്ക് കുട്ടി ആ കേൾക്കാത്ത രീതിയിൽ വേറെ ഏതെങ്കിലും റൂമിലോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ സെൻസറി ഇഷ്യൂസിൽ വരുമ്പോഴേ നമ്മളെ OTയിൽ യൂസ് ചെയ്യുന്നതാണ് സെൻസറി പ്രൊഫൈൽ. അപ്പോൾ
ഇതിൽ കുറേ ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്. ഇതെല്ലാം പാരൻസിൻ്റെ അടുത്ത് വയ്ക്കും. ഇപ്പോൾ മുടി വെട്ടാൻ നേരത്ത് പ്രശ്നമുണ്ടോ, അവർക്ക് ട്രിമ്മറിൻ്റെ സൗണ്ട് കേൾക്കാനത്ത് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ചില ടൈപ്പ് ഓഫ് ഫുഡ്സ് മാത്രമാണോ കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യപ്പോഴും പെട്ടെന്ന് തളർന്നു പോകുന്നു, അവർക്ക് വീക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ലൈറ്റ്, ഇപ്പോൾ റൂമിലെ ലൈറ്റ് തന്നെ പെട്ടെന്ന് മിന്നുമ്പോൾ അവർക്ക് അതൊരു ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ചില കുട്ടികളുണ്ട് ഈ സൈഡിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് കാര്യങ്ങൾ പാരൻസ് നോട്ട് ചെയ്യണം. അതേപോലെ തന്നെ നോക്കേണ്ട കാര്യങ്ങളാണ് സ്പീച്ച് ഡിലേയിൽ വരപ്പോഴും അവർക്ക് ദേ ആർ നോട്ട് ലൈക്ക് ട്രൈങ് ടു സ്പീക്ക്. ഇപ്പോൾ ചില കുട്ടികളുണ്ട് ഒന്നും സംസാരിക്കാതെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യേണ്ടി വരും. അതിപ്പോൾ ചിലപ്പോൾ സെൻസറി ഇഷ്യൂസ് ആയതിനാലാവാം, ഇല്ലെങ്കിൽ പ്രോപ്പർ സ്റ്റിമുലേഷൻ കിട്ടാത്തതിനാല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുള്ള കുട്ടികൾക്ക് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ ഒരു റോൾ എന്തെല്ലാമായിരിക്കും? ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്യേണ്ടത് അവരുടെ സെൻസറി പ്രോസസ്സിങ് പാറ്റേൺസ് ആണ്. പിന്നെ ഉള്ളത് അവരെങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു, സൗണ്ട്, ടച്ച്, ഇല്ലെങ്കിൽ മൂവ്മെൻറ്റ്, ലൈറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പാറ്റേൺസിനോട് അവരെങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ലൈക്ക് സ്കൂളിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, വീട്ടിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഫീഡിങ്ങിൽ എങ്ങനെയാണ്, ഡ്രസ്സിങ്ങിൽ എങ്ങനെയാണ്, കുളിക്കാൻ നേരത്തെ എങ്ങനെയാണ്, അപ്പോൾ ടോയ്ലറ്റിങ്ങിൽ പോകുന്നുണ്ടോ, അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് പാരൻസിനടുത്തും ആ കുട്ടിയുടെ പെർഫോമൻസ് അനുസരിച്ചും അസസ് ചെയ്യണം. അതേപോലെ തന്നെ ഫൈൻ മോട്ടോർ സ്കിൽസ്, പെൻസിൽ പിടിക്കാൻ പറ്റുന്നുണ്ടോ, കളർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, സിസേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ബട്ടണിങ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഗ്രോസ് മോട്ടോർ സ്കിൽസിൽ വരുമ്പോൾ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് വീണ് പോകുന്നുണ്ടോ. അതേപോലെ തന്നെ ഒരു കസേരയുടെ മണ്ടയിൽ കയറപ്പോൾ തന്നെ അവർക്ക് പേടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ. അതേപോലെ തന്നെ പ്ലേ സ്കിൽസ് എങ്ങനെയാണ്, ലൈക്ക് ഒറ്റയ്ക്ക് ആൾ സോളിറ്ററി പ്ലേ ആണോ, ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കാനാണ് താല്പര്യം, ഇല്ല ബാക്കിയുള്ള കുട്ടികൾ വന്നാലും ആൾ അവിടെ നിന്ന് എണീറ്റ് പോയി ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കാനാണോ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കളിക്കുന്നുണ്ടോ, ഏത് ലെവലാണ് അവരെ ഇൻട്രാക്ഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ അറ്റൻഷൻ എങ്ങനെയുണ്ട്, അവർക്ക് എന്തായാലും അറ്റൻഷൻസ് അവിടെ ഇഷ്യൂസ് കാണും, അറ്റൻഷൻ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടോ, ഷെയറിങ് സ്കിൽസ് എങ്ങനെയാണ്, റിലേറ്റീവ്സ് ആയിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലൈക്ക് അവർക്ക് മോട്ടോർ പ്ലാനിങ് എങ്ങനെയുണ്ട്, ലൈക്ക് ഓരോ മൂവ്മെൻറ്റ്സ് പഠിപ്പിക്കപ്പെടാലും പഠിച്ചിട്ട് അതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ടോ, അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതോ അല്ലെങ്കിൽ അതിൽ ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എൻവയൺമെൻറ്റ്, ഇപ്പോൾ പുതിയൊരു എൻവയൺമെൻറ്റിലോട്ട് പോകുമ്പോൾ അവർക്ക് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ചില കുട്ടികൾക്ക് പുതിയൊരു പ്ലേസിലോട്ട് പോകുമ്പോൾ അവർക്ക് ഒട്ടും സൈക്കിളും ആയിരിക്കത്തില്ല ആ ഒരു എൻവയൺമെൻറ്റ്. അപ്പോൾ അതേപോലെ തന്നെ സ്കൂളിൽ ഇപ്പോൾ പുതിയൊരു ക്ലാസ് റൂം പോകുമ്പോൾ അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അപ്പോൾ അഡാപ്റ്റേഷൻസ് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ASD ആയിട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം ASDയിൽ അഫക്റ്റഡ് ആയിരിക്കും. ADHD ആയിട്ടുള്ള കുട്ടികൾക്കും ഇതേപോലെ ഡിഫിക്കൽറ്റീസ് ഉണ്ടാകും. അതേപോലെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യണം. അത് നമ്മൾ പാരൻസിനെയും കെയർ ഗീവറിനെയും ഇൻഫോം ചെയ്യണം. നമ്മളിപ്പോൾ ചിലപ്പോൾ പാരൻസ് ആയിരിക്കും, ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും. അപ്പോൾ അവർക്കും അതേതായിട്ടുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കണം. അതേപോലെ തന്നെ ടീച്ചേഴ്സിന് നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ ഇൻവോൾവ്മെന്റ് ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ പാരന്റ് വഴി അവർക്ക് ഇൻഫോർമേറ്റീവായിട്ട് കൊടുക്കും. കുട്ടീനെ കുറച്ച് ഒന്ന് സ്പെഷ്യലായിട്ട് ഒന്ന് അഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഷാഡോ ടീച്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻവോൾവ്മെന്റ് കൊടുക്കാൻ പറ്റുമോ. ഇതിലെല്ലാത്തിലും അവരെ ഡെയിലി ലൈഫിൽ പാർട്ടിസിപ്പേഷൻ ഇമ്പ്രൂവ് ആക്കാനാണ് നോക്കുന്നത്. അതേപോലെ ലേണിംഗ് സൈഡ് കുറച്ച് ഇമ്പ്രൂവ് ആക്കാൻ നോക്കും. സോഷ്യൽ സ്കിൽസും പ്ലേ സ്കിൽസും എല്ലാം ഇമ്പ്രൂവ് ആക്കാൻ നോക്കും. ഇതെല്ലാമാണ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ നമ്മൾ നോക്കുന്നതും ഗോൾസ് വെക്കുന്നതും ഇന്റർവെൻഷൻ കൊടുക്കുന്നതും. സർ, ഇപ്പം നമ്മൾ ഏത് തെറാപ്പിസ്റ്റ് വന്നാലും ഡോക്ടേഴ്സ് വന്നാലും എല്ലാവർക്കും പറയാനുണ്ടാകുന്ന മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളിലെ ഇപ്പോഴത്തെ സ്ക്രീൻ ടൈം അഡിക്ഷൻ. സർ, ഈ വിഷയത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഓരോ അസസ്മെന്റ് എടുക്കുമ്പോഴും പാരൻസിൻ്റെ അടുത്ത് പറയും ലൈക്ക് സ്ക്രീൻ ടൈം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കൂ. കാര്യം സ്ക്രീൻ ടൈം ഉള്ളത്തോളം കാലം ലൈക്ക് നമ്മൾ തെറപ്പി ആയാലും ഏതൊരു ഇൻ്റർവെൻഷൻ കൊടുത്താലും അതിനൊരു എഫക്റ്റീവ്നെസ് കാണത്തില്ല. സ്ക്രീൻ ടൈം പറയപ്പോഴും ലൈക്ക് ആ ഒരു ഇതിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് ഇമേജസ് ആണ്. അപ്പോൾ ആ ഫാസ്റ്റ് മൂവിങ് ഇമേജസ് ആയിരിക്കും അവരെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് കൂടുതൽ ഇൻഫ്ലുവൻസ് ആവുന്നത്. അപ്പോൾ അത് സ്റ്റോപ്പ് വരുത്തപ്പോഴായിരിക്കും അവർ റിയൽ ലൈഫിലോട്ട് വരുന്നത്. ഇപ്പോൾ ഇതിൽ വരുമ്പോൾ പല ഏജ് ഗ്രൂപ്പിനും നമ്മൾ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യാനേ പറയുള്ളൂ, മാക്സിമം 0 ആക്കാനേ പറയുക. അപ്പോൾ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്ന പറഞ്ഞാൽ ഒരു 0 to 2 ഇയേഴ്സിനിടയിൽ വരുമ്പോൾ മാക്സിമം ഉണ്ടായിരിക്കരുത് എന്നേ ഉള്ളൂ, എക്സെപ്റ്റ് ഫോർ വീഡിയോ കോൾസ്. ഇപ്പോൾ ചില അച്ഛന്മാർ പുറത്തുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ആവുമ്പോൾ കുറച്ച് നേരം വീഡിയോ കോൾ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ കമ്പൾസറി ആയിട്ട് പറയുന്നില്ല. പക്ഷെ എന്തായാലും ആ ഒരു ഇൻട്രാക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രമായിട്ട്. ഇപ്പോൾ അല്ലാതെ വരപ്പോൾ ഒരു 2 to 5 ഇയേഴ്സിനിടയിൽ വരപ്പോൾ മാക്സിമം പോയ 1 hour, ഇല്ലെങ്കിൽ മിനിമം ഒരു ½ an hour അകത്ത് മാക്സിമം കുട്ടിക്ക് അത്രയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മാക്സിമം 1 hour.
അതും പക്ഷേ കാർട്ടൂൺസും ഒന്നും മാറരുത് എന്നുള്ളതുകൊണ്ട് ഒരു റിക്രിയേഷണൽ അവർക്ക് പഠിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ 6 to 12 years ഒക്കെ ആവുമ്പോൾ 1 to 2 hours അതും ഇതേപോലെ തന്നെ അവർക്ക് പഠന റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം കാർട്ടൂൺസ് അധികം പ്രോത്സാഹിപ്പിക്കാതിരിക്കാനേ നമ്മൾ പറയുള്ളൂ. കാർട്ടൂൺസ് ഉണ്ടെങ്കിലും അതിലും കുറച്ച് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാർട്ടൂൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതും ഒരു ലിമിറ്റ് വരെ, എല്ലാം ലിമിറ്റഡ് ആക്കി മാത്രമേ നമ്മൾ കൊണ്ടുപോകാൻ പറയുള്ളൂ. ചിലപ്പം ഏത് തെറാപ്പി ആണെങ്കിലും പേരൻസിൻ്റെ പങ്കാണ് ഏറ്റവും വലുതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ചിലപ്പം നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് എന്തെങ്കിലും സന്ദേശം നൽകാനുണ്ടോ? കുട്ടികൾ തമ്മിൽ നമ്മൾ കമ്പാരിസൺ ഒരിക്കലും പറയത്തില്ല. പലരും പല രീതിയിലാണ്, പലരും പല പെർഫോമൻസ് ആണ്. അപ്പോൾ ഒരിക്കലും കമ്പാരിസൺ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ അവർ സ്വന്തമായിട്ടുള്ള രീതിയിൽ അവർ ഗിഫ്റ്റഡ് ആയിരിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ ആ ഗിഫ്റ്റിനെ വർദ്ധിപ്പിക്കാനേ നോക്കാൻ പറ്റുള്ളൂ. കാര്യം ഓരോരുത്തരും ഓരോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അതെല്ലാം ഒരു എൻഹാൻസ് ചെയ്യിപ്പിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഔട്ട്ഡോർ പ്ലേ ഇപ്പോൾ ഉള്ളതിൽ എല്ലാവരും കൊടുക്കുന്ന പറഞ്ഞാൽ വീട്ടിൽ തന്നെയാണ്. പക്ഷെ മാക്സിമം നമ്മൾ ഔട്ട്ഡോർ പ്ലേക്ക് പ്രൊമോഷൻ കൊടുക്കണം എന്നേ ഞാൻ പറയുള്ളൂ. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ADL മാത്രമല്ല, എല്ലാ കാര്യത്തിലും അവർക്ക് ആ ഒരു ഇൻഡിപെൻഡൻസി കൊടുക്കണം. കുട്ടികൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ തന്നെ ചെയ്യണം. അല്ലാതെ നമ്മൾ ചെയ്ത് കൊടുത്താൽ അവരെ തോട്ട് പ്രോസസ്സ് പോകുന്നത് ഓക്കെ നെക്സ്റ്റ് ടൈം ആയാലും അമ്മയും അച്ഛനും വന്ന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. പിന്നെ ഉള്ളത് ഓരോ തെറപ്പി എടുക്കുന്ന പാരൻസിൻ്റെ അടുത്തായാലും ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് പറയുന്നത് നമ്മൾ എല്ലാവരും ഒരേപോലെ നിൽക്കുക. ഇപ്പോൾ ഒരു സൈഡിൽ പോലും നമ്മളൊരു പാമ്പറിങ് പോകാൻ പാടില്ല. ചില കാര്യങ്ങളിൽ നമ്മളും കുറച്ചൊന്ന് തെറപ്പി രീതിയിൽ തന്നെ നിൽക്കാനേ നമ്മൾ പ്രൊമോട്ട് ചെയ്യുള്ളൂ. കാര്യം ചിലരൊക്കെ ഉണ്ട് അഡമൻസി പിടിക്കുന്ന സമയത്ത് ഗ്രാൻഡ് പാരൻസ് ഓക്കെ ചെറിയ കുട്ടിയല്ലേ അവർക്കൊന്ന് നടത്തി കൊടുക്കുന്ന നെക്സ്റ്റ് ടൈം അവർ വീണ്ടും അത് ചെയ്യുമ്പോൾ അവർക്ക് റിമെമ്പറൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇവർ വീണ്ടും വന്ന് ചെയ്യും എന്നുള്ളൊരിതാണ്. അപ്പോൾ മാക്സിമം പാരൻസ് ആയാലും ഗ്രാൻഡ് പാരൻസ് ആയാലും ഒരു കുട്ടിയുമായിട്ട് മിങ്കിൾ ചെയ്യുന്നവർ മാക്സിമം ആ കുട്ടീനെ നമ്മൾ അവരെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, ഇൻഡിപെൻഡൻസി പ്രൊമോട്ട് ചെയ്യാനേ നോക്കുള്ളൂ. കാര്യം അവരെ നമ്മൾ പാമ്പർ ചെയ്യേണ്ട സമയത്ത് പാമ്പർ ചെയ്യുക. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മളും കുറച്ചൊന്ന് വാശി പിടിച്ച് ചെയ്യാം. കുട്ടിക്കുള്ള കണക്കിന് വാശിയും നമുക്കും അതേപോലെ വാശി വരപ്പോഴാണ് ആ കുട്ടി കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ് വരുന്നത്. ചില കാര്യങ്ങളിൽ കുട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഹാപ്പിനെസ് വരും. അവർ ബാക്കിയുള്ള കുട്ടികളെയും കാട്ടി പെർഫോം ചെയ്യുന്നതാവട്ടെ അല്ലെങ്കിൽ അവരായിട്ട് മിങ്കിൾ ചെയ്യുന്നതും ആവട്ടെ, അവർക്ക് അതാ ഒരു സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം എല്ലാം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരും. അവർക്ക് ഒരു ബെറ്റർ ലൈഫ്, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫും മാക്സിമം ഇമ്പ്രൂവ് ആക്കാനേ നടക്കുള്ളൂ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ അവരെ വഴക്ക് പറയാനും അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് ചെയ്ത് അവരെ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആക്കാനും പേരൻസും മാതാപിതാക്കളും നമ്മുടെ വീട്ടിലുള്ള ഗ്രാൻഡ് പേരൻസും എല്ലാം ശ്രദ്ധിക്കുക അല്ലേ? താങ്ക് യു സർ. സാറിൻ്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്. ഇതുവരെ നമ്മോട് സംസാരിച്ചത് ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റായ മുഹമ്മദ് ആദിൽ. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.